ദ പെൻഗ്വിൻ ബാറ്റ്മാൻ യൂണിവേഴ്സിൽ വരുന്ന ഒരു പുതിയ ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസ് HBO-യിൽ റിലീസ് ആയിട്ടുണ്ട്. നമുക്കിത് ജിയോ സിനിമയിൽ കാണാൻ പറ്റും. ഒറ്റ എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളൂ. ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോ. ബാറ്റ്മാനിലെ വില്ലന്മാരിൽ ഒരാളായിട്ടുള്ള ഓസ്വാൾഡ് അഥവാ പെൻഗ്വിൻ എന്ന ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആണ് ഈ സീരീസ്. ഇതൊരു വില്ലൻ നായകനാകുന്ന കഥയാണ്. നായകൻ എന്ന് പറയാൻ പറ്റില്ല, വില്ലൻ തന്നെ. നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പക്ക പാഷാണത്തിൽ കൃമിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓസ്വാൾഡ്. പുള്ളിയുടെ കാലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. സോ നടപ്പൊക്കെ ഒരു പെൻഗ്വിനെ പോലെ ആയതുകൊണ്ടാവാം, ഇവിടുത്തെ പോലെ ബോഡി ഷേമിംഗ് ടീംസ് എല്ലായിടത്തും ഉണ്ടല്ലോ. സോ അവരിട്ട പേരായിരിക്കും പെൻഗ്വിൻ എന്നുള്ളത്. ബാറ്റ്മാൻ സിനിമയിലെ പോലെ പെൻഗ്വിൻ എന്ന ക്യാരക്ടറായിട്ട് ഇതിലും അഭിനയിച്ചിരിക്കുന്നത് കോളിൻ ഫാരലാണ്. കോളിൻ ഫാരലോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള മേക്കപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ വോക്കിംഗ് ഫിനിക്സ് ആണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിപ്പോയി. സോ വളരെ നൈസ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ. പെർഫോമൻസ്, ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ നൈസ് ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വിക്ടർ എന്ന ഒരു കഥാപാത്രമുണ്ട് ഈ സീരീസിൽ. ആ പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. റെൻസി ഫെലിസ് എന്ന് പറഞ്ഞ നടനാണ് ആ റോളിൽ വരുന്നത്. ഞാൻ കരുതി ഒരു ഘട്ടത്തിൽ അവന്റെ കാര്യം തീർന്നു എന്ന്, പക്ഷെ ചെക്കൻ ഒട്ടും മോശമല്ല എന്ന് എപ്പിസോഡിന്റെ ലാസ്റ്റിൽ തെളിയിക്കുന്നുണ്ട്. നൈസ് ആയിരുന്നു. മറ്റൊരു പ്രധാന കഥാപാത്രം സോഫിയ ഫാൽക്കൻ ആണ്. പെൻഗ്വിന്റെ അമ്മ കഥാപാത്രവും രസമുണ്ടായിരുന്നു. ബാറ്റ്മാൻ സിനിമ തീരുന്നിടത്തു നിന്നാണ് പെൻഗ്വിൻ സീരീസ് ആരംഭിക്കുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ബാറ്റ്മാൻ സിനിമ ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇതിന്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും 2022 റിലീസ് ആയിട്ടുള്ള ദ ബാറ്റ്മാൻ എന്ന സിനിമ കാണുക. എനിക്ക് പേഴ്സണലി ഈ സൂപ്പർ ഹീറോസിൽ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ബാറ്റ്മാൻ. കാരണം പുള്ളി ഓവറായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേസ് അന്വേഷണമാണ് ബാറ്റ്മാൻ കഥകളിലെ പ്രധാന കാര്യം എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്റെ ഫേവറേറ്റ് ജോണർ ആയതുകൊണ്ട് ബാറ്റ്മാൻ സ്റ്റോറീസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പതിവ് പോലെ ബാറ്റ്മാൻ കഥകളിലെ എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ കഥകളിലും ഉള്ളതുപോലെ തന്നെ ഗോതം സിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ തന്നെയാണ് എന്ന് പറയാം. ഈ സീരീസിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ക്രൈംസും അഴിമതികളും ഒക്കെ നിറഞ്ഞ ഒരു സാങ്കല്പിക സിറ്റിയാണ് ഗോതം സിറ്റി എന്ന് പറയുന്ന ആ നാട്. സോ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാർമൻ ഫാൽക്കോൺ എന്ന അധോലോക നായകന്റെ മരണവും അതിനുശേഷം ആരാകും അവിടുത്തെ അധോലോക നായകൻ എന്നുള്ളതും ഒക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് സ്ലോ പേസ്ഡ് ആണ് കേട്ടോ. ഇതിന്റെ ക്യാമറ, കളർ ടോൺ ഒക്കെ നൈസ് ആയിരുന്നു. ഈ ബാറ്റ്മാൻ സിനിമ സൃഷ്ടിച്ച ഒരു ഡാർക്ക് മൂഡ് ഇതും സൃഷ്ടിക്കുന്നുണ്ട്. അത് ഈ സീരീസിന്റെയും ഒരു മെയിൻ പോസിറ്റീവ് തന്നെയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡ് കാണാനുള്ള ഒരു താല്പര്യം നമുക്ക് ജനിപ്പിക്കുന്നുണ്ട് ഈ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ. 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ മൊത്തം ഉള്ളത്. ഒറ്റ എപ്പിസോഡ് മാത്രമേ ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളൂ. ഈ 29-ാം തീയതി ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വരും. അങ്ങനെ ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വെച്ചിട്ട് നവംബർ 10 വരെ ഇതിങ്ങനെ സീരീസ് നീണ്ടുപോകും. എല്ലാ എപ്പിസോഡും ഒന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. അത്യാവശ്യം വ്യൂസും സപ്പോർട്ടും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഓരോ എപ്പിസോഡും സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാം. ജിയോ സിനിമയിലാണ് സീരീസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷിനൊപ്പം തന്നെ ഹിന്ദി, തമിഴ് ഡബ്ബിംഗ് വേർഷനുകളും അവൈലബിൾ ആണ്. മലയാളമില്ല. നിങ്ങൾക്ക് ജിയോ സിനിമ വെറും 29 രൂപയ്ക്ക് ഒരു മാസം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടും നഷ്ടമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ബാറ്റ്മാൻ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ 2022 എങ്കിലും ബാറ്റ്മാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു നോക്കുക. എന്നിട്ട് ഈ സീരീസ് കണ്ടു തുടങ്ങാം. നിങ്ങൾ ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.